വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. പായും ഒളി നീ എനക്കെന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ. ഈ സിനിമ ബേസിക്കായിട്ട് വന്നേക്കുന്ന ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് പടമാണ്. ഗാങ്സ്റ്റർ ഹീറോ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ജോണുള്ള സിനിമയും കാര്യങ്ങളൊക്കെയാണ്. കാർത്തിക് അദ്വൈതാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാർത്തിക് അദ്വൈതാണ്. വിക്രം പ്രഭു, ഡാളി ധനഞ്ജയ, വാണി ഭോജൻ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വേഷങ്ങൾ ഈ സിനിമയിൽ വരുന്നത്. പിന്നെ ഒട്ടുമിക്ക അറിയപ്പെടാത്ത കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്, അവരുടെ പേരുകളൊന്നും അധികം വ്യക്തമല്ല. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയും കാര്യങ്ങളൊന്നും ഈ പടത്തിലില്ല. എന്തിനോ വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ഒരു പടം ഇത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് മറ്റേ ഞാനും റൗഡിതാണ് സിനിമയുടെ ഒരു ജോണറും കാര്യങ്ങളൊക്കെ ഇല്ല. അതേ കണക്കത്തെ ഒരു സെയിം പാറ്റേൺ പടം. ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ബ്ലൈൻഡ് രാത്രി കാലങ്ങളിൽ ബ്ലൈൻഡ് ആവുന്ന നമ്മുടെ ഹീറോയും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യമായ ഒരാളെ മരണപ്പെടുന്നു, റിവെഞ്ചും കാര്യങ്ങളൊക്കെ വളരെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു കുറച്ച് സംബന്ധപ്പെട്ട്, പക്ഷേ ഒരിക്കലും ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന പോലത്തെ ഒരു സംഭവം ഈ പടത്തിനകത്തില്ല. വിക്രം പ്രഭു എന്ന് പറഞ്ഞ ഒരു ആക്ടർ നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഒരു ആക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട പോലെ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നതാണെങ്കിൽ പറയാൻ പറ്റും. അതായത് സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഒരു ആവറേജിലേക്ക് മുകളിലോട്ട് വരാത്ത കണക്കത്തെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. വാണി ഭോജൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു നായിക എന്ന നിലയ്ക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും വാണി ഭോജൻ ഇവിടെ കൊടുക്കുന്നതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊന്നുമില്ല. പിന്നെ ഉള്ളത് ധനഞ്ജയ, ഡാളി ധനഞ്ജയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തെലുങ്കിലൊക്കെ പുള്ളി ഭയങ്കര ഹീറോയും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് പോലും ഇവിടെ അത്രയ്ക്കങ്ങ് ഒരു മാസ് ഗാങ്സ്റ്റർ വേഷം ചെയ്തു, പക്ഷേ അതിനൊന്നും ഒരു ഡെപ്ത്ത് വരുന്നില്ല. നമ്മൾ സ്ഥിരം ക്ലീഷേ കാണുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില മൂവ്മെൻറ്റുകൾ അതൊന്നും അല്ലാതെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ധനഞ്ജയനെ പോലത്തെ ഒരു ആളെ കൊണ്ടൊന്ന് ഈ തമിഴ് സിനിമയിലേക്ക് വന്നിട്ടേ ഇത്രയ്ക്കങ്ങൊരു ഇമേജുള്ള റോള് കൊടുക്കുന്ന അത്ര ശരി തോന്നില്ല. അവസാനം അദ്ദേഹത്തിന് തന്നെ ഒരു അടിക്കുന്നു കൊല്ലുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഇമേജിനൊക്കെ ഇത് ഭയങ്കര മോശമായ കാര്യത്തിൽ എനിക്ക് തോന്നിപ്പോയത്. അല്ലെങ്കിൽ അത്രയ്ക്കൊരു സ്ട്രോങ് ഒരു കഥാപാത്രം കൊടുത്തു കൊണ്ടുവന്നിരുന്നത്. കാർത്തിക് അദ്വൈത് എന്ന് പറഞ്ഞ ഈ ഒരു സംവിധായകൻ ഈ പടം ചെയ്തു വെച്ചിരിക്കുന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പാട്ടുകളില്ല, BGM പോരാ, പിന്നെ വരുന്ന താരങ്ങളുടെ പെർഫോമൻസ് അത്ര പോരാ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഈ പടത്തിലുണ്ട്. ഒരു സോൾഡ് സ്റ്റോറി ഇല്ല ഈ പടത്തിനകത്ത്. അതാണ് പ്രശ്നം. നമ്മൾ ക്ലീഷേ കണ്ട കുറേ സ്റ്റോറിയും പിന്നെ എന്തിനോ വേണ്ടി ഉൾപ്പെടുത്തി കൊണ്ടുവന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയും ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു പടത്തിനെ പറ്റി പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല. ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ്, ഒന്നും ഒരു രസമായിട്ട് തോന്നിയില്ല. പിന്നെ ഫൈറ്റ് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ തുടക്കത്തിലെ കുറച്ച് രംഗം കണ്ട സമയത്ത് ഒരു വലിയ പടമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ആ പ്രതീക്ഷകളെപ്പോലും തകർക്കുന്ന രീതിക്ക് പിന്നെ ഉള്ള സ്ക്രിപ്റ്റിൻ്റെ പോക്കും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ ഒരു മോശമായൊരു സിനിമയായിട്ട് തോന്നിപ്പോയത്. വിക്രം പ്രഭു എന്ന് പറയുന്ന ഒരു ഹീറോ കുംകി ആ ഒരു ലെവൽ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലെവൽ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും. ഒരു സ്ക്രിപ്റ്റൊക്കെ ശ്രദ്ധിക്കുന്ന നന്നായി എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നിപ്പോയി. പിന്നെ പുതുമുഖങ്ങൾക്കും അവസരം കൊടുക്കുന്നതും കാര്യം നല്ലതല്ല, പക്ഷേ അതിലിപ്പോലും ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്രയൊക്കെ പറയാൻ വേണ്ടിയുള്ളൂ. അതിനെ അധികം നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പോലുള്ള റിവ്യൂവും കാര്യങ്ങളൊന്നും ഈ പടത്തില്ല. നിങ്ങൾ ആരും ഈ പടം കാണണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രയ്ക്കൊരു ഡിസസ്റ്റർ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിപ്പോയത്. വിക്രം പ്രഭുവിൻ്റെ കയ്യിൽ നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും അദ്ദേഹം നമ്മളെ നിരാശപ്പെടുത്തിയാണ് കൈപ്പോയി ഈ സിനിമയുടെ ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ. ഒട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു സിനിമ, അത്രമാത്രം എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. വരുന്ന ആക്ഷൻസ് ആയിരുന്നാലും അതിനോട്ടുള്ള സ്റ്റോറി എലമെൻ്റ് ആയിരുന്നാലും ഒന്നും കൊണ്ട് പടം ഒരു രീതിക്ക് കളിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പടമായിപ്പോൾ ഈ ഒരു പായും ഒളി നീ എനക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ. ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. നിങ്ങൾ ആരും കാണണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വെറുതെ ടൈം വേസ്റ്റാണ് ഈ സിനിമ. കണ്ടാൽ ടൈം വേസ്റ്റ് ആയിപ്പോൾ, അല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല. ഞാനും റൗഡിതാണ് സിനിമയ്ക്ക് പറ്റി നല്ല ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. ഇതാണ് എൻ്റെ പായും ഒളി നീ എനക്ക് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമകളുടെ വിശേഷവും റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.